ആയിട്ടൊന്നുമല്ല, ലൈക്ക് നമ്മുടെ ഫിറ്റ്നസിന് വേണ്ടി നമ്മളൊരു ഇതൊരു ഡാൻസ് ഫിറ്റ്നസ് വർക്ക്ഔട്ട് ആണ്, അല്ലാതെ ഒരു കോഴ്സ് ഒരു 1 month ചെയ്തിട്ട് നിർത്തുക, അല്ലെങ്കിൽ ഒരു 2 months ഒരു 3 months ഒക്കെ ചെയ്ത് നിർത്തി വീട്ടിൽ പോയി ചെയ്യുക. അങ്ങനെ വീട്ടിൽ നിന്നിട്ട് നമുക്ക് വീഡിയോസ് നോക്കി ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ഒരു എനർജി കിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്ക് വീടിനുള്ളിൽ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ യൂട്യൂബ് നോക്കി ഒരാൾ ചെയ്യുന്ന നോക്കി ചെയ്യുമ്പോൾ ആ എനർജി കിട്ടില്ല. നമ്മൾ ചിലപ്പോൾ ഒരു 1 week ചെയ്യുമായിരിക്കും, പിന്നെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഇതാണ് ഞാൻ പറയുന്നത്, സുംബ എന്ന് പറയുന്നത് നമ്മൾ ക്രൗഡിൽ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരുടെ എനർജി വരുമ്പോഴും നമുക്ക് ആ ഒരു നമ്മളിൽ ഉള്ളൊരു എനർജി നമ്മൾ അപ്പോഴേ നമുക്ക് പുറത്തിടാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിനകത്തൊക്കെ ചെയ്യുമ്പോൾ ആ എനർജി വരില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഫിറ്റ്നസ് സെന്ററിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും, ഞാൻ അങ്ങനെ കുറ്റം പറയുന്നതല്ല, നമ്മൾ എപ്പോഴും ഞാനായാൽ പോലും എവിടെയെങ്കിലും പോയാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യത്തില്ല. എസ്പെഷ്യലി ലേഡീസ്, ജെൻസ് പിന്നെയും പോകുമായിരിക്കാം, പക്ഷെ നമ്മൾ കണ്ടിന്യൂ ചെയ്യത്തില്ല. എവിടെയെങ്കിലും പോയാൽ നമ്മൾ മടി പിടിക്കും, പിന്നെ പോകണമല്ലോ, പിന്നെ അവിടെ പോയാൽ നമ്മൾ സംസാരിച്ചിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് കണ്ടുവരുന്നത്. ഞാനും പോയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ 1 hour സെഷനാണ്. അപ്പം നമ്മൾ ക്ലാസ്സിനകത്തോട്ട് വരും, നമ്മൾ സോങ് ഓൺ ചെയ്യും. അപ്പം ആ 1 മണിക്കൂർ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു 1 minute ബ്രേക്ക് എപ്പോഴെങ്കിലും കിട്ടിയാലായി. അപ്പോൾ ഫുൾ ടൈം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു സ്ട്രെസ്, ഒരു 1 hour നമ്മൾ എൻജോയ് ചെയ്യുക, ഷൗട്ട് ചെയ്യുക, സ്ക്രീം ചെയ്യുക. അപ്പം ആ കിട്ടുന്ന എനർജി വെച്ചിട്ട് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിരിക്കും. ഇതാണ് മെയിൻ ഫാക്ടേഴ്സ്. ഇതിൻ്റെ കൂടെ വെയിറ്റ് ലോസ് നടക്കും. പിന്നെ ഒത്തിരി പേർക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ നോർമലായി എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ എല്ലാവരിലും ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞോ, എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി, എങ്ങനെയാണ്, അങ്ങനെ ഒന്നും ഞാൻ ചോദിക്കാറില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോവാ. ചേഞ്ച് ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പം എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഇത്ര കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരിക്കും. പക്ഷെ ഞാനായിട്ട് അങ്ങോട്ട് പോയി ചോദിച്ച് അങ്ങനെ ഒന്നും ഒരു പ്രഷർ ഇടാറില്ല. ഇവിടെ വെയിങ് മെഷീൻ ഇല്ല, ഇവിടെ ക്ലോക്ക് ഇല്ല. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 1 month ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ വിചാരിച്ച് വരുന്ന ചിലപ്പോൾ ചിലരങ്ങനെ കാണും 1 മാസത്തേക്ക് വരുന്നത്. പക്ഷെ ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാവും ഇത് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഡെയിലി ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റി, നമ്മൾ എല്ലാവരും ഡെയിലി രാവിലെ നടക്കാൻ പോകുക അല്ലെങ്കിൽ ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുന്ന പോലെ നമ്മൾ അതൊരു കോഴ്സ് ആയിട്ടല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഒരു ഫിറ്റ്നസിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത്, അത് ഞാൻ ആദ്യമേ പറഞ്ഞ 4 വർഷമായിട്ട് ചെയ്യുന്നവരുണ്ട്. സോ 4 വർഷമായിട്ട് വരുന്നെങ്കിൽ അത് വലിയൊരു കാര്യമാണ്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രമായിട്ട് വരുന്നവരുണ്ട്, കല്യാണം കുറച്ച് ആ ടൈം പീരീഡ് അങ്ങനെ വരുന്നവരുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 years ആവുന്നു. സ്റ്റാർട്ടിങ് ടൈമിൽ അങ്ങനെ വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് സുംബ എന്താണ് എന്നുള്ളത് ആർക്കും വലുതായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒത്തിരി ക്ലാസ്സസ് ഒക്കെ കൊടുത്തു. ഇപ്പോൾ ആൾക്കാരിലെല്ലാം പരിചയമായി തുടങ്ങി, എല്ലാവരും ചോദിച്ച് വരുന്നുണ്ട്. ഭയങ്കര നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒത്തിരി കോൾസ് വരുന്നുണ്ട്, ഒത്തിരി പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വെയിറ്റ് ലോസ് മാത്രമായിട്ട് എടുത്തല്ല പറയുന്നത്. ലൈക്ക് വെയിറ്റ് ലോസ് മാത്രം തരുന്നൊരു വർക്കൗട്ട് അല്ല ഇത്. വെയിറ്റ് ലോസ് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറേ അധികം ചേഞ്ചസ് നമ്മളിൽ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരിക്കും, നല്ലൊരു സ്ട്രെസ് ബേസ്റ്റർ ആണ്. സോ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് സുംബ.
സുംബ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്തിട്ട് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു. അങ്ങനെ എല്ലാവരും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, 4-5 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. സോ അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തുമാത്രം ഡിഫറൻസ് ആണ് സുംബ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്, ഒത്തിരി നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല ക്ലയൻസ് ഉണ്ട്, നല്ല നല്ല ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ വെക്കേഷൻ ടൈം ആയപ്പോൾ ഒത്തിരി കൂടുതൽ ക്രൗഡും വരുന്നുണ്ട്. ഞാൻ ടെന്നീസ് പ്ലെയർ ആയിരുന്നു, ജൂനിയർ നാഷണൽ ടെന്നീസ് പ്ലെയർ ആയിരുന്നു. സോ അങ്ങനെ ടെന്നീസിന് വേണ്ടി ഒത്തിരി വർക്കൗട്ട്സ് ഒക്കെ ചെയ്ത് അങ്ങനെ വളർന്നൊരു കുട്ടിയാണ്. സോ എനിക്ക് ഈ വർക്കൗട്ടിന്റെ ഒരു ബേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ടെന്നീസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇഞ്ചുറി വന്നു, നീ ഇഞ്ചേർഡ് ആയി. അങ്ങനെ പിന്നെ ബ്രേക്ക് എടുത്തിരുന്ന സമയത്താണ് ഇങ്ങനെ സുംബനെ കുറിച്ച് അറിയുന്നതും സുംബയുടെ വർക്കൗട്ടൊക്കെ കാണുന്നതും. അത് പിന്നെ പോയി സർട്ടിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞിട്ട് ഇത് ഒരു 1 year ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരിച്ച് ടെന്നീസിലോട്ട് വരാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടിരുന്നത്. പക്ഷേ ക്ലാസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ടീച്ചിങ് ഫീൽഡിലോട്ട് വരുമെന്ന്. അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കണം എന്നൊന്നും അങ്ങനെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ടെന്നീസിലോട്ട് തിരിച്ച് വരണം, അതിന് ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സുംബ തുടങ്ങിയത്. പക്ഷേ വൺസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് മാജിക്കലായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ലൈഫിലും എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു സുംബ കൊണ്ട്. ചിലർ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു, ചിലർക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് 22 kgs വരെ കുറഞ്ഞവരുണ്ട്. സോ അത്രയും ഡിഫറൻസ് ഞാൻ കാരണം ഒരാളുടെ ലൈഫിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അതൊരു സന്തോഷമായിരുന്നു. അങ്ങനെയാണ് ഞാൻ സുംബയിലോട്ട് സ്റ്റേ ചെയ്യാം, സുംബ തന്നെയാണ് കുറെ നാളത്തേക്ക് ഇനി എൻ്റെ ഇപ്പോഴും എൻ്റെ സുംബയാണ് എൻ്റെ പാഷൻ. ഞാനിപ്പോൾ ആൾക്കാരെ പഠിപ്പിച്ചവരെ ഹെൽത്തി ആക്കുക എന്നുള്ളതാണ് എൻ്റെ പാഷൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സുംബയിലോട്ട് വന്നത്. സുംബ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ വീക്ക്ലി 3 classes ആണ് കൊടുക്കുന്നത്, മന്ത്ലി 12 ക്ലാസ്. അപ്പം 12 ക്ലാസ്സസിന് 3500 rupees ആണ്, പ്ലസ് 500 രജിസ്ട്രേഷൻ ഉണ്ട് ഒരു ഫസ്റ്റ് മന്ത്. സോ 4000 ഫസ്റ്റ് മന്ത്, 3500 ആണ് 1 monthൽ 12 ക്ലാസ്സസ് കിട്ടും.